ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ജോലിക്ക് പോകുന്നവർക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഉള്ളൊരു ഒറ്റമൂലിയാണ് കേട്ടോ. മിക്കവർക്കും ഉണ്ടാവും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ. കുട്ടികൾക്ക് കൂടുതലുണ്ടാവും, അത് നമ്മളോട് പറയില്ല അവർ. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു ഒറ്റമൂലി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണാണ് എടുക്കുന്നത് ജീരകം എപ്പോഴും നമ്മൾ ജീരകവെള്ളം കുടിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ. പക്ഷേ ഇത് വറുത്തിട്ട് പൊടിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഗുണമുണ്ടാവും. അപ്പോൾ നല്ലോണം അതൊന്ന് പൊട്ടി മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ കൂടുതൽ പ്രശ്നം ഉണ്ടാവുക. പക്ഷെ അവർ നമ്മളോട് പറയില്ല അവരെ പ്രശ്നങ്ങൾ. ക്ലാസ്സിലൊക്കെ ഇരുന്ന് വിശപ്പ്, രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് കഴിക്കില്ല അവർ മിക്കവരും അതട്ടാ. എന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും അവർക്ക് വിശപ്പ് വരുമ്പോൾ ഗ്യാസ് കയറും. അപ്പോൾ ഗ്യാസ് കയറുമ്പോൾ ഭയങ്കര പ്രശ്നമാവും. ക്ലാസ്സിൽ പഠിക്കണതും കൂടി അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഇതുപോലെ ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ കൊടുത്തയക്കുക. ഇതുപോലെ ജീരകം വെള്ളം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വെച്ച് തന്നെ ഇത് കുടിക്കുക. എന്നിട്ട് അവരെ സ്കൂളിലേക്ക് വിടുക. ഇതിലേക്ക് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതേപോലെ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു 11:30 ആകുമ്പോൾ ഗ്യാസ് കയറുമ്പോൾ കുടിക്കുമ്പോൾ അവർക്കതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കര അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറേ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. ഇനി ഇതും പറ്റിയില്ലെങ്കിൽ എന്തായാലും ഒരു ഹോമിയോ ഡോക്ടറാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും മാറും. ഹോമിയോ മരുന്ന് കഴിക്കുക. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഹോമിയോയാണ് ഏറ്റവും നല്ലത്, അത് കഴിക്കാം. പിന്നെ കുട്ടികളോട് നമ്മൾ അമ്മമാരൊക്കെ ചോദിച്ച് നോക്കുക, ഗ്യാസിൻ്റെ പ്രശ്നം ക്ലാസ്സിൽ വരുമ്പോൾ ഉണ്ടോ, ടീച്ചർ പഠിപ്പിക്കണത് കറക്റ്റായിട്ട് അവർക്ക് ശരിക്കും മനസ്സിലാവും കൂടിയില്ല. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നാലേ വലിയവർക്കും ഉണ്ടാവും. രാവിലെ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചു ഓടി, അപ്പോഴേക്കും ഗ്യാസ് കയറി കുറേ കഴിയുമ്പോൾ. അപ്പോൾ ഇതൊന്നും കുടിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ പരിപ്പ്, പയർ, ഇതൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് കറി വെച്ച് കൊടുക്കുക. അപ്പോൾ ഗ്യാസൊക്കെ കുറഞ്ഞ് കിട്ടും നമുക്ക്. പയറിനൊന്നും വലിയ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അറിയാത്തവർ ചെയ്ത് നോക്കാം കേട്ടോ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.